വീണ്ടും മതപരിവർത്തനത്തിലൂടെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ഒരു യുവതി ചെന്ന കഥ. ഫറഹ്നാസ് ജനിച്ചത് മുസ്ലിം സമുദായത്തിലാണ്. എന്നാൽ ഇന്നവൾ ഹിന്ദു മതത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് കാരണമായത് മഹാകാലേശ്വരൻ. ഉജ്ജയിനിയാണ് ഫറഹ്നാസിന്റെ സ്വദേശം. മധ്യപ്രദേശിലെ ഉജ്ജയിനി മഹാകാലേശ്വരന്റെ നാടാണ്. ഓരോ മണൽത്തരിക്കുമേലും മഹാദേവന്റെ സ്പർശനമുള്ള പുണ്യഭൂമി. ആ വിശ്വാസമാണ് മുസ്ലിം സ്ത്രീയായിരുന്ന ഫറഹ്നാസിനെ ഹിന്ദു മതത്തിലേക്ക് എത്തിച്ചതത്രേ. വിവാഹമോചിതയാണ് ഫറഹ്നാസ്. തന്റെ 10 വയസ്സുള്ള മകൾക്കൊപ്പമാണ് സനാതന ധർമ്മം സ്വീകരിച്ചത്. തന്റെ പ്രിയതമനെ സ്വന്തമാക്കിയതിനൊപ്പം ഹിന്ദുമതത്തിലേക്ക് എത്തിയ സന്തോഷവും ഫറഹ്നാസ് മറച്ചുവെക്കുന്നില്ല. ഉജ്ജയിനി നിവാസിയായ ഫറഹ്നാസ് വിവാഹിതയായിരുന്നു എങ്കിലും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വിവാഹമോചനം നേടിയിരുന്നു. ഏകദേശം 3 വർഷം മുൻപ് ഉജ്ജയിനിയിൽ നിന്നുള്ള ഓട്ടോ ഡ്രൈവർ അനികേതുമായി ഫറഹ്നാസ് പരിചയപ്പെട്ടു. ക്രമേണ ഈ പരിചയം സൗഹൃദത്തിലേക്ക് വഴിമാറി. സൗഹൃദം പ്രണയമായി വളർന്നു. തുടർന്ന് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുകയും ഉജ്ജയിനിയിലെ ആശ്രമത്തിൽ എത്തി സന്യാസിമാരോട് കാര്യങ്ങൾ പറയുകയും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ആശ്രമത്തിൽ നടത്തിയ ചടങ്ങിലാണ് ഫറഹ്നാസ് മകളോടൊപ്പം ഹിന്ദുമതത്തിലേക്ക് എത്തിയത്. പേര് സോനാക്ഷി ചൗബെ എന്ന് മാറ്റുകയും ചെയ്തു. പിന്നീട് രണ്ടുപേരും ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി. സോനാക്ഷിയുടെ മകളെ അനികേതും മകളായി സ്വീകരിച്ചു. സനാതന ധർമ്മത്തിൽ എല്ലാവർക്കുമായി വാതിലുകൾ തുറന്നിട്ടുണ്ട് എന്ന് ഉജ്ജയിനി ആശ്രമാധിപതി മഹാമണ്ഡലേശ്വർ സുമാനന്ദഗിരി മഹാരാജ് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ള 1000ഓളം പേർ ഹിന്ദുമതത്തിലേക്ക് തിരികെ വന്നത് ചർച്ചയായ ഒരു വിഷയമാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലായിരുന്നു ആ സംഭവം. 251 കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഒരു സമയത്ത് തന്നെ ഹിന്ദുമതം സ്വീകരിച്ചത്. റായ്പൂരിലെ ഗുഡിയാരി പ്രദേശത്ത് നടന്ന ചടങ്ങിൽ പ്രബൽ പ്രതാപ് സിംഗ് ഹിന്ദുമതത്തിലേക്ക് എത്തിയവരെ സ്വാഗതം ചെയ്തു. ആര്യസമാജം, ധർമ്മജാഗരൺ, കിൽക്കിലേശ്വർ ധാം, ന്യാസ് എന്നിവയിലെ അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഗംഗാജലം കൊണ്ട് സ്നാനം ചെയ്തവരെ വിശുദ്ധരാക്കിയ ശേഷമായിരുന്നു ചടങ്ങുകൾ. ഛത്തീസ്ഗഡിൽ വൻതോതിലുള്ള മതപരിവർത്തനം നടക്കുന്ന ഒരു ഇടമാണ്. എന്നാലും ഹിന്ദുമതത്തിലേക്കുള്ള ഇവരുടെ പരിവർത്തനത്തെ അവിടുത്തെ ഹിന്ദു വിശ്വാസികൾ 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഹിന്ദുമതത്തെ സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത് എന്തിനാണ് എന്നറിയാമോ? ഹിന്ദുമതം ഏത് ദേശത്തിനും കാലത്തിനും അനുയോജ്യമാണ്. സമസ്ത ലോകങ്ങളുടെയും ഉയർച്ചയ്ക്കുള്ള ശാശ്വത സത്യങ്ങളാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. ഏവരുടെയും ഉയർച്ചയാണ് ഹിന്ദുധർമ്മം ലക്ഷ്യം വെക്കുന്നത്. അവിടെ വിഭാഗീയതയില്ല, സങ്കുചിത ചിന്തയില്ല. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇതൊക്കെയാണ് ഋഷീശ്വരന്മാർ ലോകത്തിന് നൽകിയിട്ടുള്ള മന്ത്രങ്ങൾ. ഇവിടെ വിഭാഗീയതയില്ല, വേറിട്ട ചിന്താഗതിയില്ല, എല്ലാം ഒന്ന് മാത്രം. ക്രിസ്തുമതവും ഇസ്ലാം മതവും കഴിഞ്ഞ ലോകത്തിലെ 3ാമത്തെ വലിയ മതമാണ് ഹിന്ദുമതം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മതവും ഹിന്ദുമതമാണ്. യഥാർത്ഥത്തിൽ സനാതന ധർമ്മം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിന്റെ വേരുകൾ 10000 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. BC 7000 മുതൽ ഹിന്ദു ഗ്രന്ഥങ്ങൾ നിലനിന്നിരുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു മതങ്ങളെപ്പോലെ ഹിന്ദുമതം ഒരു പ്രത്യേക വ്യക്തി രൂപപ്പെടുത്തിയതല്ല. ഹിന്ദുമതം വർഷങ്ങളായി പരിണമിച്ചുവെന്നും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും വിശ്വാസം. സിന്ധു നദിയുടെ തീരത്ത് ജീവിച്ചിരുന്ന ആളുകൾ ആദ്യം പിന്തുടർന്ന ചില പ്രത്യേക വിശ്വാസങ്ങൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായി മാറി. എന്നിരുന്നാലും ധാരാളം പ്രചാരകർ ഹിന്ദുമതത്തിന് ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുമതത്തിന് മതപരിവർത്തന ആശയമില്ല. വിശ്വാസത്തെ പിന്തുടരുന്ന എല്ലാ ആളുകളും ഒന്നുകിൽ അത് സ്വമേധയാ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ജന്മം കൊണ്ട് സ്വന്തമാക്കുകയോ ചെയ്യുന്നു. പല രാജ്യങ്ങളിലും ഹിന്ദുമതം വ്യാപിച്ചു. പ്രത്യേകിച്ച് നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ, മലേഷ്യ, കംബോഡിയ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ എന്നിവിടങ്ങളിൽ ജീവിതത്തിൽ നല്ലത് ചെയ്യുന്ന ഒരാൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജീവിതത്തിലെ എല്ലാ നല്ലതും ചീത്തയുമായ പ്രവർത്തനങ്ങൾക്ക് അതിനനുസരിച്ച് കർമ്മം ലഭിക്കും. അങ്ങനെ ജീവിതാവസാനം നിങ്ങൾക്ക് നല്ല കർമ്മമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ജീവിതം മികച്ചതായിരിക്കുമെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.